بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين ما بعد ما حكم الذبح بمكان يذبح فيه لغير الله الله تعالى അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെടുന്ന സ്ഥലങ്ങൾ വെച്ച് അല്ലാഹുവിന് വേണ്ടി ബലി അറുക്കുന്നതിന്റെ ഹുക്കം എന്താണ്? ഹറാം വസീലത്തുൻ ഇല ശിർക്ക് അതേപോലെ തന്നെ മുശാബഹ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളോട് സാദൃശ്യപ്പെടലാണ്. എന്താണ് മസ്ജിദ് ദിറാർ എന്ന് പറഞ്ഞാൽ? മാബുനിയ ലിഗൈരില്ലാ വഅലാ ഗൈരി സുന്ന, അല്ലാഹു തആല അല്ലാത്തവർക്ക് വേണ്ടി പണിയപ്പെട്ടതും സുന്നത്തിന്റെ മേലെ അല്ലാതെ പണിയപ്പെട്ടതുമായ എല്ലാ മസ്ജിദുകളും മസ്ജിദ് ദിറാറാണ്. قال رحمه الله باب من الشرك النذر لغير الله باب من الشرك النذر لغير الله അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നദർ എന്ന് പറഞ്ഞാൽ നേർച്ച, അല്ലാഹു തആല അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കൽ, അത് ശിർക്കിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്. ബാബു മിന ശിർക്ക് അന്നദറു ലിഗൈരില്ലാ. وقول الله تعالى يوفون بالنذر وقوله وما أنفقتم من نفقة أو نذرتم من نذر فإن الله يعلمه. وفي الصحيح عن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم قال من نذر أن يطيع الله فليطعه ومن نذر أن يعصي الله فلا يعصيه. നസ്ർ എന്ന് പറഞ്ഞാൽ എന്താണ് ഭാഷയിൽ അർത്ഥം? അൽ ഇൽസാം. അൽ ഇൽസാം ഒരു കാര്യത്തെ നിർബന്ധമാക്കുന്നു, അതാണ് ഭാഷയിൽ നസ്ർ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇനി ഇസ്തിലാഹില് അഖീദയുടെ ബാബില് നസ്ർ എന്ന് പറഞ്ഞാൽ ഇൽസാമുൽ മുകല്ലഫ് നഫ്സഹു ഇൽസാമുൽ മുകല്ലഫ് നഫ്സഹു ബിശൈ, ഇൽസാമുൽ മുകല്ലഫ് നഫ്സഹു ബിശൈഇൻ ഗൈറു വാജിബ്, വാജിബ് അല്ലാത്ത ഒരു കാര്യത്തെ ഒരു വ്യക്തി തന്റെ സ്വന്തം നഫ്സിന്റെ മേലെ നിർബന്ധമാക്കുക. അല്ലാഹു തആല വാജിബാക്കിയിട്ടില്ലാത്തൊരു കാര്യത്തെ ഒരു വ്യക്തി എന്താണ് അവന്റെ സ്വന്തം നഫ്സിന്റെ മേലെ വാജിബാക്കുക, അതാണ് നദർ. മലയാളത്തിൽ നേർച്ച എന്ന് പറയും, നേർച്ചയാക്കുക. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കൽ എന്താണ്? ശിർക്കാണ്. من الشرك النذر لغير الله. طيب, അപ്പൊ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നദർ എന്നുള്ളത് ഇബാദത്താണ്. അതുകൊണ്ട് അല്ലാഹു തആല അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കി കഴിഞ്ഞാൽ അത് ശിർക്കാണ്. لأن النذر عبادة من العبادات. നദർ എന്നുള്ളത് ഇബാദത്തുകളിൽപ്പെട്ട ഒരു ഇബാദത്താണ്. كيف نعرف أنه من العبادات؟ ഈ നേർച്ച എന്നുള്ളത്, നേർച്ചയാക്കുക എന്നുള്ളത് ഇബാദത്തിൽപ്പെട്ടതാണെന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? أن يثني الله على فاعلها. അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ ഒരു പ്രവൃത്തി ചെയ്യുന്നവനെ പുകഴ്ത്തിയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നേർച്ച വീട്ടുന്നവരെ നേർച്ചയാക്കി അതിനെ നിറവേറ്റുന്ന ആളുകളെ പുകഴ്ത്തിയിട്ടുണ്ട്. അതൊരടയാളമാണ്. ഔ അൻ യഅ്മുറ അല്ലാഹ ബിഹ, അല്ലെങ്കിൽ ആ ഒരു കാര്യം കൊണ്ട് അല്ലാഹു തആല കൽപ്പിക്കും. ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിക്കും. അത് ആ കാര്യം ഇബാദത്താണെന്നതിന്റെ അടയാളമാണ്. ഔ അസ്ന അല ഫാഇലിഹ, അല്ലെങ്കിൽ അത് ആ പ്രവൃത്തി ചെയ്യുന്നവൻ അല്ലാഹു തആല പുകഴ്ത്തുക. ഔ ദമ്മ മൻ തറകഹ, അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കുന്നവനെ അല്ലാഹു തആല ആക്ഷേപിക്കും. ആ പ്രവൃത്തി ചെയ്യാതെ അതിനെ ഉപേക്ഷിക്കുന്നവൻ അല്ലാഹു തആല ആക്ഷേപിക്കും. ഔ ദുഖിറ ഇഖാബുൻ അല താരികിഹ, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുന്നവന്റെ കാര്യത്തിൽ അവനുള്ള ശിക്ഷയെക്കുറിച്ച് അല്ലാഹു തആല എന്താണ് പരാമർശിക്കുക. ഔ സവാബുൻ ലിഫാഇലിഹ, അല്ലെങ്കിൽ അത് ചെയ്യുന്നവന്റെ പ്രതിഫലത്തെക്കുറിച്ച് പറയാം. ഇതെല്ലാം ആ ഒരു കാര്യം ഇബാദത്താണെന്നതിന്റെ അടയാളമാണ്. ഇവിടെ നദ്റിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തിയിട്ടുണ്ട്. ആ നേർച്ച നിറവേറ്റുന്ന ആളുകളെ അല്ലാഹു തആല പുകഴ്ത്തി. അതാണ് ഈ രണ്ടായത്തുകളിൽ പറഞ്ഞിട്ടുള്ളത്. യൂഫൂന ബിൻ നദ്രി, അവർ നേർച്ച നിറവേറ്റുന്നവരാണ്. വഖൗലുഹു വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദ്റിൻ വമാ അൻഫഖ്തും മിൻ നഫഖ, അവരെന്ത് ഒന്ന് ചെലവഴിച്ചാലും, ഔ നദർതും മിൻ നദ്റിൻ, അവരെന്ത് നേർച്ച നേർന്നാലും, ഫഇന്നല്ലാഹ യഅലമു, അല്ലാഹു തആല തീർച്ചയായും അതറിയും. അപ്പൊ ആദ്യത്തേത് എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ചെലവഴിക്കൽ, അത് ഇബാദത്താണ്. അപ്പൊ അതിന്റെ കൂടെയാണ് അല്ലാഹു തആല നദ്റിനെ, ഈ നേർച്ചയാക്കുന്നതിന് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ ആയത്തിൽ അതിന്റെ ആളുകളെ പുകഴ്ത്തി. അസ്നല്ലാഹു അലാ ഫാഇലിഹി ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ ഐന യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറ യൂഫൂന ബിൻ നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്റാറുകളെ കുറിച്ച്, പുണ്യം ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നൽ അബ്റാറ യശ്റബൂൻ മിൻ കഅസ് കാന മിസാജുഹാ കാഫൂറ. പിന്നെ അതിനുശേഷം ഐന യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറ. പിന്നെ അവരുടെ പ്രത്യേകത കൊണ്ട് പറഞ്ഞതാണ് യൂഫൂന ബിൻ നദ്ർ, അവര് നേർച്ച നിറവേറ്റുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പുകഴ്ത്തിയിരിക്കുന്നു. അത് ഇബാദത്താണെന്നതിന്റെ അടയാളമാണ്. അപ്പൊ ആ ഇബാദത്ത് അല്ലാഹു തആല അല്ലാത്തവരിലേക്ക് തിരിക്കുക എന്നുള്ളത് എന്താണ്? ശിർക്കാണ്. അതാണ് ബിന ശിർക്കി അൻ-നദ്റു ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നദ്ർ നേർച്ചയാക്കുക എന്നുള്ളത് ശിർക്കിൽപ്പെട്ടതാണ്. ലിമാദാ ഖുൽനാ ലിഅന്ന മിനൻ നാസി മൻ യഖൂൽ അൻ-നദ്ർ മാ ഹുവ ഇബാദ. ജനങ്ങളുടെ കൂട്ടത്തിൽ നദ്ർ എന്നുള്ളത് ഇബാദത്തല്ല എന്ന് പറയുന്നവരുണ്ട്. നേർച്ചയാക്കുക എന്നുള്ളത് ഇബാദത്തല്ല എന്ന് പറയുന്നവരുണ്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ. അപ്പൊ അവര് പറയും ലാ ബഅസൻ നൻദുർ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കുക എന്നുള്ളത് തെറ്റല്ല. കാരണം നദ്ർ എന്നുള്ളത് ഇബാദത്തല്ല, അതുകൊണ്ട് അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കാം എന്നവർ പറയും. لأن النبي صلى الله عليه وسلم كما جاء في صحيح مسلم نهى عن النذر. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നദ്റിനെ തൊട്ട് വിരോധിച്ചു, നേർച്ചയാക്കുന്നതിനെ തൊട്ട് വിരോധിച്ചു. അപ്പൊ അവര് പറയും അത് ഇബാദത്തായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇബാദത്തിനെ വിരോധിക്കുക? ഒരു ഇബാദത്തിന് എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിക്കുക? ഖാല വൽ ജംഹൂർ അലാ അന്ന അൻ-നദ്ർ മക്റൂഹ്. ജംഹൂറുൻ അലാ അന്ന അൻ-നദ്ർ മക്റൂഹ്. ജംഹൂർ ഉലമാക്കളുടെ, ഭൂരിഭാഗം ഉലമാക്കളുടെ അടുക്കൽ നദ്ർ എന്നുള്ളത് എന്താണ്? മക്റൂഹാണ്. മക്റൂഹാണ് അതിന്റെ ഹുക്മ് ഭൂരിഭാഗം ഉലമാക്കളുടെ അടുക്കൽ. അങ്ങനെയാണെങ്കിൽ മക്റൂഹായ ഒരു കാര്യം അല്ലാഹു തആല അല്ലാത്തവർക്ക് വേണ്ടി
ചെയ്യാന്നുള്ളത് പാടുണ്ടോ? ഇനി അത് ഇബാദത്ത് ആണെങ്കിൽ തന്നെ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിരോധിച്ചത്? ഇപ്പൊ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ അതിന് പിന്നിലുണ്ട്. والصحيح أن النذر عبادة لأن الله أثنى على فاعله وأمر بالوفاء بها وقرنها بالعبادات. അതിന്റെ സ്വഹീഹായിട്ടുള്ളത് നദർ എന്ന് പറയുന്നത്, നേർച്ച എന്ന് പറയുന്നത് ഇബാദത്താണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നേർച്ച നിറവേറ്റുന്നവരെ പുകഴ്ത്തിയിരിക്കുന്നു. ആ നേർച്ച നിറവേറ്റാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. ഇബാദത്തുകളുടെ കൂടെയാണ് ആ നേർച്ചയെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും ഫഇന്നല്ലാഹ وما أنفقتم من نفقة أو نذرتم من نذر فإن الله يعلمه. ഇൻഫാഖ്, ഒരാൾ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന, അല്ലെങ്കിൽ തന്റെ ശരീരം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഇബാദത്താണ്. അതിന്റെ കൂടെയാണ് അള്ളാഹു തആല നേർച്ചയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. യൂഫൂന ബിൻ നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. ഇപ്പൊ പുണ്യവാന്മാരുടെ അടയാളമായി കൊണ്ട് അള്ളാഹു തആല സിഫത്തായി കൊണ്ട് പറഞ്ഞതാണ് യൂഫൂന ബിൻ നദ്ർ. അവര് നേർച്ച നിറവേറ്റുന്നവരാണ്. നേർച്ചയാക്കി കഴിഞ്ഞാൽ അത് വീട്ടുന്നവരാണ് അവർ. ഇപ്പൊ നദർ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല വാജിബാക്കാത്ത ഒരു കാര്യത്തെ ഒരു വ്യക്തി തന്റെ സ്വന്തത്തിന്റെ മേൽ വാജിബാക്കുക, അതാണ് നേർച്ച. ഇൽസാമുൻ നഫ്സ് ബിശൈഇൻ ഗൈറു വാജിബ്, വാജിബല്ലാത്തൊരു കാര്യം സ്വന്തം നഫ്സിന്റെ മേലെ ആ വ്യക്തി വാജിബാക്കുന്നു. ചില ഉലമാക്കൾ പറഞ്ഞത് ഇൽസാമുൻ നഫ്സ് ബിഇബാദത്തിൻ ഗൈറു വാജിബ, വാജിബല്ലാത്ത ഒരു ഇബാദത്ത് കൊണ്ട് സ്വന്തം നഫ്സിന്റെ മേലെ അതിനെ വാജിബാക്കുന്നു. അങ്ങനെ അതിന് താരീഫായി പറഞ്ഞിട്ടുണ്ട്. ഇബാദത്ത് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ചില ഉലമാക്കൾ. فعلى هذا يكون إلزام النفس بعبادة يكون هذه العبادة واجبة. വാജിബല്ലാത്ത ഒരു ഇബാദത്തിന് ആ വ്യക്തി സ്വന്തം നഫ്സിന്റെ മേലെ നേർച്ചയാക്കി കഴിഞ്ഞാൽ അവന്റെ മേലെ ആ ഇബാദത്ത് എന്തായി തീരും? വാജിബായി തീരും. ഉദാഹരണത്തിന്, ഒരു വ്യക്തി നാളെ നോമ്പെടുക്കാൻ നേർച്ചയാക്കി. നാളെ നോമ്പെടുക്കാൻ ഒരു വ്യക്തി നേർച്ചയാക്കി. നാളെ നോമ്പെടുക്കുക എന്നുള്ളത് വാജിബാണോ അല്ല മുസ്തഹബാണോ? മുസ്തഹബാണ്. അല്ലാഹു തആല വാജിബാക്കാത്ത ഒരു കാര്യത്തെ ആ വ്യക്തി സ്വന്തത്തിന്റെ മേലെ വാജിബാക്കി. അവൻ പറഞ്ഞു നദർതു ലില്ലാഹി അൻ അസൂമ ഗദൻ, ഞാൻ നാളെ നോമ്പെടുക്കുന്നുവെന്ന് ഞാൻ അള്ളാഹുവിന് വേണ്ടി നേർച്ചയാക്കുന്നു എന്നൊരു വ്യക്തി പറഞ്ഞാൽ അവന്റെ മേലെ ആ നോമ്പെടുക്കൽ എന്തായി തീർന്നു? വാജിബായി തീർന്നു. അള്ളാഹു വാജിബാക്കാത്തൊരു കാര്യത്തെ സ്വന്തം നഫ്സിന്റെ മേലെ വാജിബാക്കി. അപ്പൊ യഥാർത്ഥത്തിൽ നാളത്തെ നോമ്പ് എന്തല്ല? വാജിബല്ല, മുസ്തഹബാണ്. പക്ഷെ അവന്റെ കാര്യത്തിൽ അതെന്തായി? വാജിബായി. ഇനി ഇങ്ങനെ പറയുന്നു, നദർതു ലില്ലാഹി അൻ ഉസല്ലി സ്വലാത്തുൽ മഗ്രിബ്, മഗ്രിബ് നമസ്കാരം നിസ്കരിക്കാൻ ഞാൻ അള്ളാഹുവിന് വേണ്ടി നേർച്ചയാക്കി. അതിനെന്താണ് പറയാ? നദർ എന്ന് പറയോ? ഇല്ല. എന്തുകൊണ്ട്? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വാജിബാക്കിയിട്ടുള്ള ഒരു ഇബാദത്താണത്. അത് സ്വന്തം നഫ്സിന്റെ മേലെ പിന്നെ വാജിബാക്കേണ്ടതില്ല. അപ്പൊ അല്ലാഹു തആല വാജിബാക്കാത്തൊരു ഇബാദത്തിന് സ്വന്തം നഫ്സിന്റെ മേലെ വാജിബാക്കി കഴിഞ്ഞാൽ അതിനാണ് നദർ എന്ന് പറയാം, നേർച്ചയാക്കുക. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് നദറിനെ വിരോധിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഹദീസ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൻ നദർ. അപ്പൊ നദറിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വിരോധിച്ചു എന്ന് പറഞ്ഞു നമ്മൾ നേരത്തെ. അപ്പൊ അവിടെ എന്താണ് നദർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നദർ എന്നുള്ളത് രണ്ട് തരത്തിലുണ്ട്. നേർച്ച എന്നുള്ളത് രണ്ട് തരത്തിലാണ്. അന്നദറുൽ മുഅല്ലഖ് വന്നദറുൽ മുത്ലഖ്. അന്നദറുൽ മുഅല്ലഖ്
അതേപോലെ തന്നെ രണ്ടാമത്തത് അന്നദറുൽ മുത്ലഖ്. എന്താണ് നദറുൽ മുഅല്ലഖ് എന്ന് പറഞ്ഞാൽ? ആ നേർച്ച മറ്റൊരു കാര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഉദാഹരണത്തിന് ഒരു വ്യക്തി പറയാണ്, നദർതു ലില്ലാഹ് ഇൻ ശഫല്ലാ മരീദി ഔ ഇൻ ഖദാ ദൈനി അൻ അസൂമ ഷഹ്റൻ. അല്ലാഹു തആല എന്റെ രോഗിക്ക് ശിഫ നൽകിയാൽ, അല്ലെങ്കിൽ എന്റെ കടം വീടുകയാണെങ്കിൽ ഞാൻ അള്ളാഹുവിന് വേണ്ടി ഒരു മാസം നോമ്പെടുക്കാൻ നേർച്ചയാക്കി. അതിനാണ് അന്നദറുൽ മുഅല്ലഖ് എന്ന് പറയാം. ഈ രീതിയിൽ ഉള്ള നേർച്ചക്കാണ് അന്നദറുൽ മുഅല്ലഖ് എന്ന് പറയാം. അവിടെ ആ നേർച്ച മറ്റൊരു കാര്യവുമായി കൊണ്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ നേർച്ചയാണ് ജംഹൂറുൽ ഉലമാക്കളുടെ അടുക്കൽ മക്രൂഹാണെന്ന് പറയപ്പെട്ടത്. ഇനി രണ്ടാമത്തതാണ് അന്നദറുൽ മുത്ലഖ്. നദറുൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല, പ്രത്യേക ഷർത്തുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഇല്ല. ഒരു വ്യക്തി പറയാണ്, ലില്ലാഹി അൻ അസൂമ ഗദൻ, അള്ളാഹുവിന് വേണ്ടി ഞാൻ നാളെ നോമ്പെടുക്കാൻ നേർച്ചയാക്കി. നദർതു ലില്ലാഹി അൻ അസൂമ ഗദൻ, അള്ളാഹുവിന് വേണ്ടി നാളെ ഞാൻ നോമ്പെടുക്കാൻ നേർച്ചയാക്കി. അതാണ് അന്നദറുൽ മുത്ലഖ്. അന്നദറുൽ മുത്ലഖ്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ളത് ഏത് നദറാണ്? അന്നദർ അൽ മുഅല്ലഖ്. അപ്പൊ അതിന്റെ ഹുക്മ ഭൂരിഭാഗം ഉലമാക്കൾ അത് മക്രൂഹാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അത് മക്രൂഹാണെന്ന് പറയാനുള്ള കാരണം? ഒരുപാട് സബബുകൾ അവർ പറയുന്നു, ഉലമാക്കൾ പറയുന്നുണ്ട്. ഖാല അഹ്ലുൽ ഇൽം, ഒന്നാമത്തത് അതിന്റെ ഒരു സബബായി കൊണ്ട് പറയുന്നത് ലിഅന്നഹു ജഅലഹു ലി സബബ്. അപ്പൊ ആ നേർച്ചയെ ഒരു സബബിന്റെ ഇതുമായി കൊണ്ടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല എനിക്ക് ശിഫ നൽകുകയാണെങ്കിൽ ഞാൻ അള്ളാഹുവിന് വേണ്ടി നാളെ നോമ്പെടുക്കും. അതാണ് അവിടെ സബബ്. അത് അല്ലാഹു തആല ശിഫ നൽകുക എന്നുള്ളത്. അങ്ങനെ ഒരു സബബുമായി കൊണ്ടാണ് ആ നേർച്ചയെ ആ വ്യക്തി ബന്ധപ്പെടുത്തിയത്. രണ്ടാമത്തത് ലിഅന്നഹു യറുദുൽ ഖദർ ലാ യറുദുൽ ഖദർ. ആ വ്യക്തി അങ്ങനെ നേർച്ചയാക്കിയത് കൊണ്ട് അവന്റെ ഖദറിന് അത് എന്ത് ചെയ്യുന്നില്ല, തട്ടിമാറ്റുന്നില്ല. അവന്റെ ഖദറിന് വല്ല സംഭവിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കിയതാണ് അവന് ശിഫ നൽകാൻ, അല്ലാഹു തആല ശിഫ നൽകും. ഇനി അല്ലാഹു തആല ശിഫ നൽകാൻ അവൻ ഖദറാക്കിയിട്ടില്ലെങ്കിൽ അല്ലാഹു തആല ശിഫ നൽകുന്നതല്ല. പക്ഷെ ഖദറിനെ അവന്റെ നേർച്ച എന്ത് ചെയ്യുന്നില്ല, മാറ്റുന്നില്ല. ആ നേർച്ച കൊണ്ട് അള്ളാഹുവിന്റെ ഖദറിന് മാറ്റം സംഭവിക്കുന്നില്ല. മൂന്നാമത്തത് ലിഅന്നഹു ജുഇലത് കൽ മുആവദ, അതായത് ഒരു പരസ്പരമുള്ളൊരു ഒന്നിന് പകരം ഒന്ന്, ഇങ്ങനെ ചെയ്താൽ അതിന് പകരമായിക്കൊണ്ട് ഞാനിങ്ങനെ ചെയ്യാം. അത് അല്ലാഹു തആലയുമായിക്കൊണ്ട് അവൻ വെക്കുന്നതാണ്. ഇന്ന അഅതാനില്ലാ അഅതൈതു, അല്ലാഹു തആല ഈ കാര്യം എനിക്ക് തന്നാൽ ഈ സംഗതി ഞാൻ അള്ളാഹുവിന് കൊടുക്കും. അള്ളാഹുമായിക്കൊണ്ട് മുആവദ നടത്തുക. ഇന്ന അഅതാനില്ലാ അബദ്തു, ഈ കാര്യം അല്ലാഹു തആല എനിക്ക് തന്നാൽ ഞാൻ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യും. അതായത് നാളെ നോമ്പെടുക്കും. അതുകൊണ്ടത് വെറുക്കപ്പെട്ടതാണ്. നാലാമത്തെ കാരണം ലിഅന്നഹു ഇൽജാം ലിന്നഫ്സ് ബിശൈഇൻ ഹുവ ബഖീലുൻ ബിഹി. ഏതൊരു കാര്യത്തിൽ അവനൊരു പിശുക്കനാണോ ആ കാര്യത്തെയാണ് സ്വന്തം നഫ്സിന്റെ മേലെ നിർബന്ധമാക്കുന്നത്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ അവൻ പിശുക്കനാണ്. നോമ്പെടുക്കാനോ അല്ലെങ്കിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ പിശുക്കൻ, ആ പിശുക്കായിട്ടുള്ള കാര്യത്തെ അവൻ സ്വന്തം നഫ്സിന്റെ മേലെ ഇൽസാം ചെയ്യാം. ഇപ്പൊ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് നേർച്ചയാക്കിയത് അത് മാത്രമാണ് അവർ ഇബാദത്തായി കൊണ്ട് ചെയ്യാം. അള്ളാഹുവിന് വേണ്ടി പിന്നെ നോമ്പെടുക്കാൻ നേർച്ചയാക്കി അത് മാത്രം ചെയ്യും, ബാക്കി ഇബാദത്തുകൾ എന്ത് ചെയ്യും, ഉപേക്ഷിക്കും. നേർച്ചയാക്കിയത് മാത്രം അവൻ ചെയ്യും. അഞ്ചാമത്തത് ഇബാദത്തുകൾ ഉപേക്ഷിക്കാനുള്ള ഒരു സാധ്യതയാണത്. അന്നഹു ആമില ഹാദ നദർ വയത്രുക് സിവാ മിനൽ ഇബാദത്ത്. ആ ഒരു ഇബാദത്ത് മാത്രം അവൻ പ്രവർത്തിച്ചുകൊണ്ട് മറ്റു ഇബാദത്തുകൾ അവൻ ഉപേക്ഷിക്കും. ഉദാഹരണത്തിന് നദർതു ലില്ലാഹി അൻ അസൂമ ഷഹ്റൻ, അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഒരു മാസം നോമ്പെടുക്കാൻ ഞാൻ നേർച്ചയാക്കിയെന്ന് അവൻ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മാസം അവൻ നോമ്പെടുക്കും.
കാരണം നേർച്ചയാക്കിയതിന്റെ പേരിൽ. ആ ഒരു മാസത്തെ നോമ്പ് മാത്രം അവനെടുക്കും, ബാക്കി മാസങ്ങളിലുള്ള നോമ്പുകൾ അവനെടുക്കൂല. മുസ്തഹബായ നോമ്പുകൾ അവൻ ഉപേക്ഷിക്കും. അപ്പൊ അല്ലാഹു തആല, അതായത് അന്നദ്റു അൽ മുഅല്ലഖ് എന്ന് പറയുന്നത് എന്താണ്? ജുംഹൂർ ഉലമാക്കളുടെ അടുക്കൽ മക്രൂഹാണ്, വെറുക്കപ്പെട്ടതാണ്. وقوله تعالى يوفون بالنذر, അവർ നേർച്ച നിറവേറ്റുന്നവരാണ്. അസ്നല്ലാഹു അലാ അഹ്ലിൽ ജന്ന ലിഅന്നഹും കാനൂ യൂഫൂന ബിന്നദർ, സ്വർഗ്ഗത്തിലെ ആളുകൾ അല്ലാഹു തആല ഈ ആയത്തിൽ എന്താണ്? പുകഴ്ത്തുകയാണ്. അവര് അവരുടെ നേർച്ചകൾ നിറവേറ്റുന്നവരാണ്. രണ്ടാമത്തെ ആയത്തിൽ വമാ അൻഫഖതും മിൻ ഷൈഇൻ വമാ അൻഫഖതും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദ്രിൻ ഫഇന്നല്ലാഹ യഅലമു. വഫി സ്വഹീഹ്, അവിടെ സ്വഹീഹ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരി അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നദറ അൻ യുതി അല്ലാഹ്, ആരാണോ അല്ലാഹുവിനെ അനുസരിക്കാൻ വേണ്ടി നേർച്ചയാക്കിയത്, ഫൽയുതിഹു, അങ്ങനെയാണെങ്കിൽ അവൻ അല്ലാഹുവിനെ അനുസരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവൻ ആ നേർച്ച നിറവേറ്റേണ്ടതാണ്. വമൻ നദറ അൻ യഅസി അല്ലാഹ്, അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിക്കാൻ ആരാണോ നേർച്ചയാക്കിയത്, ഫലാ യഅസിഹി, അവൻ അങ്ങനെയെങ്കിൽ അവൻ അനുസരണക്കേട് കാണിക്കാതിരിക്കട്ടെ. അല്ലാഹുവിനോടുള്ള മഅസിയത്തിലാണ് ഒരാൾ നേർച്ചയാക്കിയതെങ്കിൽ അവൻ ആ നേർച്ച നിറവേറ്റാൻ പാടില്ല. അല്ലാഹുവിനോട് തഅത്തായിക്കൊണ്ടാണ് അവൻ നേർച്ചയാക്കിയതെങ്കിൽ അവൻ അത് നിറവേറ്റേണ്ടതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഫഹിയ ഉമ്മുൽ മുഅ്മിനീൻ ബിൻത് അബ്ദുല്ലാഹ് ബിൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുമ. ആരാണ് അബ്ദുല്ലാഹ് ബിൻ ഉസ്മാൻ? ഫൈസൽ. അബ്ദുല്ലാഹ് ബിൻ ഉസ്മാൻ ആരാണ്? ആയിഷ ബിൻത് അബ്ദുല്ലാഹ് ബിൻ ഉസ്മാൻ അറിയില്ല? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാണ്? അബൂബക്കർ അസ്സദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന്റെ പേരാണ് അബ്ദുല്ലാഹ് ബിൻ ഉസ്മാൻ. ആയിഷ ബിൻത് അബീ ബക്കർ അബ്ദുല്ലാഹ് ബിൻ ഉസ്മാൻ. وهي أفضل نساء النبي صلى الله عليه وسلم وعلم نساء الأمة وأفقههن, സ്ത്രീകളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഇൽമുള്ള സ്ത്രീയാണ് അവർ. അതേപോലെ തന്നെ ഏറ്റവും ദീനിൽ ഫിഖ്ഹുള്ള സ്ത്രീയാണ്. അഫ്ഖഹു ഇംറഅത്തിൻ അലൽ ഇത്ലാഖ്, എല്ലാ സ്ത്രീകളിലും വെച്ച് ഏറ്റവും ഇൽമിൽ പാണ്ഡിത്യമുള്ള സ്ത്രീയാണ് ഉമ്മുൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു തആല അൻഹ. طيب ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് തരത്തിലുള്ള നദറിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ നദറു ത്വാഅ, അള്ളാഹുവിനോടുള്ള ത്വാഅത്തായിട്ടുള്ള നദർ. ഉദാഹരണത്തിന് പറയാണ്, അള്ളാഹുവിന് വേണ്ടി ഞാൻ നാളെ നോമ്പെടുക്കാൻ നേർച്ചയാക്കി, അത് അള്ളാഹുവിനോടുള്ള ത്വാഅത്താണ്. അങ്ങനെയാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ഫൽയുതിഹു, അള്ളാഹുവിനെ അനുസരിക്കണം. ആ നേർച്ച അവൻ നിറവേറ്റേണ്ടതാണ്. രണ്ടാമത്തത് നദറു മഅസിയ്യ, അള്ളാഹുവിനോട് മഅസിയത്ത് ചെയ്യാനാണ് ഒരാൾ നേർച്ചയാക്കിയതെങ്കിൽ ഫലാ യഅസിഹി, അള്ളാഹുവിനോട് അവൻ അനുസരണക്കേട് കാണിക്കാൻ പാടില്ല, നേർച്ച നിറവേറ്റാൻ പാടില്ല. طيب السؤال مسألة هل النذر المعصية فيه كفارة يمين, ഈ നേർച്ച അള്ളാഹുവിനോട് ത്വാഅത്തായിട്ടുള്ള നേർച്ച ഒരാൾ നിറവേറ്റിയില്ല എങ്കിൽ, നാളെ നോമ്പെടുക്കാൻ അള്ളാഹുവിനോട് നോമ്പെടുക്കാൻ നേർച്ചയാക്കി, പക്ഷെ അയാൾ നോമ്പെടുക്കാൻ ആൾക്ക് സാധിച്ചില്ല എങ്കിൽ അയാളുടെ മേലെ പിന്നെന്താണ്? കഫാറത്താണ്, അതിന് പ്രായശ്ചിത്തമാണ്. കഫാറത്തു യമീൻ,
കഫാറത്തു യമീൻ. എന്താണ് കഫാറത്തു യമീൻ എന്ന് പറഞ്ഞാൽ? കഫാറത്തു യമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മാഇദയിൽ പറഞ്ഞിട്ടുള്ളത്, സൂറത്തു മാഇദയിലെ 89-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് കഫാറത്തു യമീൻ. ഇത്ആമു അശറത്തി മസാക്കീൻ മിൻ ഔസത്തിൻ മാ തുത്ഇമൂന അഹ്ലീകും. 10 മിസ്കീനുകൾക്ക് ഭക്ഷണം നൽകണം. നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ നൽകുന്ന മധ്യമായ നിലക്കുള്ള ഭക്ഷണം 10 മിസ്കീനുകൾക്ക് നൽകുക. ഔ കിസ്വത്തുഹും, ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ ഈ 10 മിസ്കീനുകൾക്ക് എന്ത് ചെയ്യുക? വസ്ത്രം നൽകുക. ഇനി അതിനും സാധിച്ചിട്ടില്ലെങ്കിൽ ഔ തഹ്രീറു റഖബ, അടിമ സ്ത്രീയെ മോചിപ്പിക്കുക. ഇനി അതിനൊന്നും സാധിച്ചിട്ടില്ലെങ്കിൽ ഫമൻ ലം യജിദ് ഫസിയാമു സലാസത്തി അയ്യാം, 3 ദിവസമാണ് നോമ്പെടുക്കണം. ദാലിക കഫാറത്തു അയ്മാനിക്കും, അതാണ് കഫാറത്തുൽ യമീൻ. ഇപ്പൊ 10 മിസ്കീനുകൾക്ക് ഭക്ഷണം നൽകാൻ സാധിച്ചിട്ടില്ല എങ്കിൽ മാത്രം അവനെന്ത് ചെയ്യണം? ഈ 10 മിസ്കീനുകൾക്ക് വസ്ത്രം നൽകും. അതിനും സാധിക്കാത്തവനാണെങ്കിൽ ഒരു അടിമ സ്ത്രീയെ മോചിപ്പിക്കുക. അതിനും സാധിക്കാത്തവനാണെങ്കിൽ 3 ദിവസം നോമ്പെടുക്കുക. അത് ആ തർത്തീബിലാണ്. നേരെ മറിച്ച് നമുക്ക് ഇതിൽ നിന്ന് നമ്മൾക്ക് ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ആ തർത്തീബാണ്. ഒന്ന് കഴിയാത്തവൻ മറ്റൊന്ന് അതിലേക്ക്, അങ്ങനെ ആ ഒരു ക്രമത്തിലാണത്. അപ്പൊ അള്ളാഹുവിനോട് ത്വാഅത്തിൽ നേർച്ചയാക്കി ആ നേർച്ച നിറവേറ്റാൻ സാധിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന് കഫാറത്ത് നൽകേണ്ട. ആ കഫാറത്താണ് ഇത്, കഫാറത്ത് യമീൻ, പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. ഇനി മഅസിയത്ത് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി നേർച്ചയാക്കിയെങ്കിൽ അവനെ ചെയ്യാൻ പാടില്ല, പക്ഷെ അവന് കഫാറത്ത് കൊടുക്കണം. അവന് പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ടോ? ചില ഉലമാക്കൾ പറഞ്ഞു അവന് കഫാറത്ത് യമീനാണ്, അവൻ പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട്. ചില ഉലമാക്കൾ പറഞ്ഞത് അതിനെന്തില്ല, കഫാറത്ത് ഇല്ല. അപ്പൊ സ്വഹീഹായിട്ടുള്ള അഭിപ്രായം, ഏറ്റവും അസഹായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് കഫാറത്തു യമീൻ എന്നുള്ളത് നദ്റുൽ മുത്ലഖിനാണ്. മുത്ലഖായ നദ്ർ, നേർച്ചക്കാണ് കഫാറത്തു യമീൻ. ഏതാണ് മുത്ലഖായ നദ്ർ എന്ന് പറയുന്നത്? ഉദാഹരണത്തിന് പറയാം, നാളെ അല്ലാഹു തആലക്ക് വേണ്ടി നോമ്പെടുക്കാൻ ഞാൻ നേർച്ചയാക്കി. ആ തരത്തിലുള്ള നേർച്ചക്കാണ് കഫാറത്തു യമീൻ ഉള്ളത്, പ്രായശ്ചിത്തം ഉള്ളത്. നേരെ മറിച്ച് മഅസിയത്തായിട്ടുള്ള നേർച്ച, ഉദാഹരണത്തിന് പറയണം, നദർതു ലില്ലാഹി അൻ അസ്രിഖ്, അള്ളാഹുവിന് വേണ്ടി നേർച്ചയാക്കി എന്ത്? മോഷ്ടിക്കാൻ. ഞാൻ മോഷ്ടിക്കാൻ അള്ളാഹുവിന് വേണ്ടി നേർച്ചയാക്കി. അല്ലെങ്കിൽ ഖബറിന്റെ അടുക്കൽ വെച്ച് ഇന്ന ആളുടെ ഖബറിന്റെ അടുക്കൽ വെച്ച് അള്ളാഹുവിന് വേണ്ടി ബലിയറുക്കാൻ ഞാൻ നേർച്ചയാക്കി. ഇന്ന ആളുടെ ഖബറിനെ തവാഫ് ചെയ്യാൻ ഞാൻ നേർച്ചയാക്കി അള്ളാഹുവിന് വേണ്ടി. ഇതെല്ലാം മാസിയത്തായിട്ടുള്ള നേർച്ചയാണ്, തിന്മയാണ്, അള്ളാഹുവിനോട് അനുസരണക്കേടായിട്ടുള്ളതാണ്. അതിൽ ചിലതെന്താണ്? നെദുർ ഷിർക്കാണ്, ഷിർക്കായിട്ടുള്ള നേർച്ചയാണ്. അപ്പൊ അതിൽ എന്തില്ല, അത് നിർവഹിക്കൽ ഹറാമാണ്, അതിന് കഫാറത്തില്ല. കഫാറത്തുള്ളത് മുത്തലഖായിട്ടുള്ള നേർച്ചയിലാണ്. അതേപോലെ തന്നെ ഇപ്രകാരം ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ലാ വഫാ ലിനദ്രിൻ ഫിൽ മഅസിയ വ കഫാറത്തുഹു കഫാറത്തു യമീൻ. മഅസിയത്തായിട്ടുള്ള അനുസരണക്കേട്, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്ന തിന്മയായിട്ടുള്ള നേർച്ചയിൽ അത് ആ നേർച്ച നിറവേറ്റാൻ പാടില്ല. അതിന്റെ കഫാറത്തു യമീനാണ്, പ്രായശ്ചിത്തം എന്നുള്ളത് കഫാറത്തു യമീനാണെന്ന് പറയുന്ന ഹദീസ് എന്താണ്? ദഈഫാണ്. വഹു ഹദീസുൻ മുഅൽ ദഈഫ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്ക് വേണ്ടി ആരെങ്കിലും നേർച്ചയാക്കി, ഒരു വ്യക്തി ഇന്ന ഖബറിലെ ആൾക്ക് വേണ്ടി ഒരാടിനെ ബലിയറുക്കാൻ ഞാൻ നേർച്ചയാക്കി, അങ്ങനെ നേർച്ച ചെയ്യുന്ന എന്താണ്? ഷിർക്കാണ്. അതാണ് ഈ ബാബിൽ പറയപ്പെടുന്നത് മിനശ്ശിർക്ക് അന്നദ്റു ലിഗൈരില്ല, അല്ലാഹു തആല അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കുക, അത് ഷിർക്കിൽപ്പെട്ടതാണ്. ഇലാഹുന സുബ്ഹാനക വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മാ ഹുക്മു الذبح بمكان يذبح فيه لغير الله. അല്ലാഹു തആല അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെടുന്ന സ്ഥലങ്ങൾ വെച്ച് അല്ലാഹുവിന് വേണ്ടി ബലിയറുക്കുന്നതിന്റെ ഹുക്ം എന്താണ്?
ഹറാം. വസീലത്തുൻ ഇല ശിർക്ക്.